സത്യത്തിൽ ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ടീച്ചർമാരെ മൗനീഭാവങ്ങളാക്കി മാറ്റുന്ന ഒരു പൊതു സംവിധാനമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ചേഞ്ച് ഇപ്പോൾ നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ നമ്മൾ സത്യത്തിൽ ആറാം തമ്പുരാനും നരസിംഹവും അല്ലെങ്കിൽ ആകാശദൂതും കണ്ടവരാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്നത് ഈ കൊറിയൻ വെബ് സീരീസാണ്. അപ്പോൾ എൻ്റെ 8 വയസ്സുള്ള മകൾ എന്നോട് ഒരു ദിവസം ഒരു കൊറിയൻ വെബ് സീരീസിൻ്റെ കുട്ടികളുടെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് അത് പരിശോധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ വലിയ രീതിയിലുള്ള കുട്ടികളുടെ ചേഞ്ച്, പ്രത്യേകിച്ച് അവരുടെ IQ ലെവലുള്ള ചേഞ്ച് വളരെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ 80-90 കാലഘട്ടത്തിൽ ജനിച്ചവരാണ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ 800 മോഡൽ വണ്ടിയാണുള്ളത്. ഇപ്പോൾ 2000 ശേഷമുള്ള CC പോലെ എഞ്ചിൻ മേഖലയിൽ ഉണ്ടായ വർധനവ് കുട്ടികൾക്ക് സമൂലമായിട്ടുള്ള വലിയ രീതിയിലുള്ള ചേഞ്ച്, പരിവർത്തനം കുട്ടികളുടെ മാനസികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസർമാരുടെ സ്വാധീനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നോക്കൂ, ഈ ചില ഇൻഫ്ലുവൻസർമാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, അവരുടെ സ്വാധീനം പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കിടെ വ്യാപകമായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ അരാജകത്വമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടെ റാമ്പ് ഷോകൾക്ക് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള അനുവാദങ്ങൾ കിട്ടുന്നുണ്ട്. ഇവർ നടത്തുന്ന പല നിശാ പാർട്ടികളും നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ട് മയക്കുമരുന്ന് അഡിക്റ്റ് ആയിക്കൊണ്ടാണ് ഇവർ പാർട്ടികൾ നടത്തുന്നത്. അതിന് കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി, ഇപ്പം ഞാൻ ഇവർ റാമ്പ് ഗായകേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ ഗാനം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾക്ക് അനുമതി കിട്ടുന്നത് ഈ സംസ്ഥാന സർക്കാരിന് അതിന് അനുമതി കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ വരുന്ന അവരുടെ ഈ പറയുന്ന ആരാധക വൃന്ദന്മാർ ഈ കുട്ടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വളാഞ്ചേരിയിൽ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഒരു അരാജകത്വവാദിയായിട്ടുള്ള ഒരാൾ, അയാളുടെ പേര് പോലും ഞാൻ പറയുന്നില്ല, ആയിരക്കണക്കിന് കുട്ടികളാണ് സ്കൂളിൽ പോകാതെ അയാളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അപ്പോൾ ഇവിടെ ജാഗ്രത വേണം. കാരണം ഇവിടെ നമ്മുടെ സിലബസിനകത്ത് ഇപ്പം ഞാനും അഭിലാഷ് സാറും ഒക്കെ ഒരു ഐഡിയലിസ്റ്റ് കൺസെപ്റ്റിലാണ് നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. പക്ഷേ ഇന്ന് പ്രായോഗികവാദം ഇവിടെ സർക്കാരുകൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രായോഗികവാദം അടിച്ചേൽപ്പിക്കാതെ കാരണം സംസ്കാരം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഇതിൻ്റെ സ്വാധീനം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആസൂത്രിതമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇടപെടൽ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഞാനൊരു രാഷ്ട്രീയം പറയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? അരാജകത്വമുള്ള ഒരു ജനത ഇവിടെ സൃഷ്ടിക്കപ്പെടും. അരാജകത്വമുള്ള ജനതയെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. അവിടെ സംസ്കാരത്തെക്കുറിച്ച് പറയില്ല, നാഷണലിസം പറയില്ല, ദേശീയവാദം പറയില്ല, സമൂഹത്തെക്കുറിച്ച് പറയില്ല, ആദർശ പുരുഷന്മാരുണ്ടാവില്ല. നമ്മൾ നോക്കണം, നമുക്കൊരു ആദർശ പുരുഷന്മാരുണ്ടായിരുന്നു. നമ്മൾ ഗ്രന്ഥശാലകളെ പോയിട്ട് നമ്മൾ വായിച്ചറിഞ്ഞവരാണ്. നമ്മൾ നിരവധി പത്രമാധ്യമങ്ങളും ബുക്കുകളും MT ആയിക്കോട്ടെ ഒരുപാട് ആളുകളെ നമ്മൾ അറിഞ്ഞു. പുതിയ തലമുറയ്ക്ക് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ ചെറിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ കൃത്യമായിട്ട് ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയിൽ തന്നെ ഉണ്ടാവുന്നു. അത് എല്ലാ മേഖലയും. ഇപ്പോൾ സിനിമാ മേഖല, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു കാലഘട്ടത്തിൽ സിനിമാ മേഖലയിൽ വലിയ പ്രശ്നം രഞ്ജിത്തിന്റെ സിനിമകളാണ്. കാരണം രഞ്ജിത്തിന്റെ സിനിമകളിൽ കുളം കാണിക്കുന്നു, കാവ് കാണിക്കുന്നു, ഈ കൈകളിൽ ചരട് വരുന്നു. പിന്നീട് വന്ന സിനിമകൾ എങ്ങനെയാ? പിന്നീട് വന്ന കഞ്ചാവ് വരുന്ന സിനിമകൾ, ഈ കുടുംബത്തിലെ ചില സാമൂഹിക പ്രശ്നങ്ങളുടെ മേൽ ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്നു, ടോയ്ലറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സിനിമകൾ വരുന്നു. അപ്പോൾ ഇത് അല്ലെങ്കിൽ പറയും ഇത് കൾച്ചറിനെതിരാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിനെതിരാണ്, ഇത് കേന്ദ്ര സർക്കാരിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പൊതു പരിപ്രേക്ഷ്യം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ഒരു മാർക്കോ സിനിമ മാത്രമല്ല, ഇപ്പോൾ നോക്കൂ, ഇടതുപക്ഷ പൊതുബോധമുള്ള ഒരാളാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയത്. അപ്പോൾ നോക്കി കേരളത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇത് ഇവിടെ ഈ സാംസ്കാരിക, ഇപ്പോൾ ഗുജറാത്തിൽ ഒരു പട്ടി മരിച്ചു കിടന്നാൽ പ്രതികരിക്കുന്ന സാംസ്കാരിക നായകന്മാർ ഇത്രയും കലഘോഷമായിട്ടുള്ള കേരളത്തിലെ വിഷയത്തിൽ എന്താ പ്രതികരിക്കാത്തത്? അതിന് പ്രശ്നം എന്താണ്? അവർക്കും ഇത് ചങ്കുറപ്പോട് കൂടി പറയാൻ സാധിക്കില്ല, ഞങ്ങൾ ലഹരിക്ക് അടിമപ്പെടാത്തവരാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എൻ്റെ ബ്ലഡിനകത്ത് ഒരു തുള്ളി ലഹരിയില്ല. കാരണം ഞാൻ പ്രത്യയശാസ്ത്രപരമായി ഒരു സംഘടന വിശ്വസിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ ആദർശം എനിക്കുണ്ട്. അതുപോലെ പറയാൻ സാധിക്കും. ഐക്യങ്ങൾ, ബിംബങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാനുണ്ട്.